അശോകേട്ടൻ്റെ ഒരു ഹൈലൈറ്റ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഈ താടിയാണ്. അതായത് ശ്രീകൃഷ്ണനെ നമ്മൾ താടി വെച്ച് കണ്ടിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ താടി വെച്ച് കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് അനിവാര്യമായ ഒരു സമയത്ത് പോലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു പക്ഷേ അശോകേട്ടനെ അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലല്ല, അതുകൊണ്ടല്ല. ആ സമയത്തൊക്കെ വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ടായി, അതൊക്കെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ആ സിനിമകളുടെ ബാലൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ അതിനൊരു പ്രതിവിധി, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, പോലീസുകാരൻ എന്തുകൊണ്ടാണ് താടി പഠിക്കാത്തതെന്ന് തന്നെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് രാക്ഷസരാജാവ് എന്ന പടത്തിലാണ്. അതിൽ പോലും നമ്മളൊരു കാരണം പറഞ്ഞാൽ ബ്ലേഡ് അലർജി എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റേ ഹിറ്റ്ലർ ബ്രദേഴ്സിലാണ് നമ്മൾ താടി പിടിച്ചൊരു പോലീസുകാരൻ ചെയ്തപ്പോൾ ശബരിമലയാക്കി. ശബരിമല പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത നോമ്പ് തുടങ്ങുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നത് നമ്മൾ താടി വെച്ചിട്ട് തന്നെ, പെൺവേഷം കെട്ടുന്നതും താടി വെച്ചിട്ട് തന്നെ. അതൊക്കെ അന്ന് നമുക്ക് അത് പിന്നെ ജനം ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് വേഷം കെട്ടിയാലും സ്വീകരിച്ചു. തമാശല്ലേ അത്, വേഷം കെട്ടുകയാണല്ലോ. ആ ഒരു കൃഷ്ണൻ്റെ കഥാപാത്രം ഒരുപാട് വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടിയല്ലേ. അത് വെച്ച് കൃഷ്ണൻ്റെ വേഷം വന്ന് ശരിക്ക് മീശമാധവല്ല ആ വേഷം ചെയ്തതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റി. പല രാജ്യങ്ങളിലും വിഷു ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വേഷം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും കുറേ രാജ്യങ്ങളും കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിന് ലാൽ ജോസിനോടാണ് നന്ദി പറയേണ്ടത്.